മിഡ് വീക്ക് എവിക്ഷനിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് കോയിൻ വേട്ട. അതിനകത്ത് 6 പേർക്ക് വേണ്ടി കളിക്കേണ്ടത് സഹായികളാണ്. ഈ ടാസ്കിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ഈ മിഡ് വീക്ക് എവിക്ഷന്റെ ടാസ്കുകളിലെല്ലാം സഹായികളാണ് ഇവർക്ക് വേണ്ടി കളിക്കേണ്ടത്. സഹായികൾക്ക് തീരുമാനിക്കുക അവരെ ജയിപ്പിക്കണോ തോപ്പിക്കണോ, വീട്ടിൽ നിന്ന് പുറത്താക്കണോ അതോ അകത്താക്കണോ എന്നുള്ളത്. പക്ഷെ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു, ആരും ചതിക്കാനാ നിന്നില്ല. അനീഷിന്റെ കേസിലാണ് പാളിപ്പോയത്. അതൊരു വിഷയമുണ്ട്. അനുമോൾക്കും അപ്പാനിക്കും പറ്റിയില്ല അതിനകത്ത് സൂപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി. അത് അവരുടെ പ്രശ്നമല്ല. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു 2-2:30 മുതലുള്ള സംഭവങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മണിത 4:45 5 മണി ആവാറായി. അതുവരെയുള്ള ലൈവ് അപ്ഡേറ്റിലോട്ട് പോകാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പോൾ ടാസ്ക് കോയിൻ വേട്ട മിഡ് വീക്കിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ്. സഹായികളാണ് മത്സരിക്കാനുള്ളത്. ഇത് ഫസ്റ്റ് ടാസ്ക് ആണ്. മീൻസ് ഇനിയും ടാസ്കുകൾ വരും. ഇത് കണ്ട് ഇതിന് പോയിന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ടിക്കറ്റ് ഫിനാലെ പോലെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഫസ്റ്റ് ടാസ്ക് ആണിത്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു മഡ് പിറ്റ് ഉണ്ടാവും, അതായത് ഒരു ചെളിക്കുണ്ട് അവിടെ ഉണ്ടാവും. അവിടെ നിന്നും കോയിൻ ശേഖരിക്കുകയാണ് നിങ്ങളുടെ ടാസ്ക്. ഇതിന് നിബന്ധനകളുണ്ട്. അതായത് 6 ട്രഷർ ബോക്സുകളും 6 ഡബ്ബകളും എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ആയിട്ട് ഗാർഡൻ ഏരിയകളിൽ വെച്ചിട്ടുണ്ടാവും. ഓരോ ദിശകളിലായിട്ട് വെച്ചിട്ടുണ്ടാവും. ആദ്യം ഇതിനകത്ത് ഈ പെട്ടിക്കകത്ത് സേഫ്റ്റി ഗിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സേഫ്റ്റി ഗിയേഴ്സ് എന്ത് ചെയ്യണം, ഈ വെള്ളത്തിൽ ചാവി മുക്കിയിട്ടിട്ടുണ്ടാവും. ഈ ചാവി ഏതാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ചങ്ങലയും പൂട്ടും മാറ്റിയിട്ട് അതിനകത്തുനിന്നും സേഫ്റ്റി ഗിയേഴ്സ് പൂർണ്ണമായിട്ടും എടുത്ത് കയ്യിൽ ധരിക്കണം. പൂർണ്ണമായിട്ടും കയ്യിൽ ധരിച്ചിട്ട് എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും കയ്യിൽ ധരിച്ചിട്ട് നമ്മൾ ഈ മഡ്പുറ്റിലേക്ക് ഇറങ്ങണം. മഡ്പുറ്റിലേക്ക് ഇറങ്ങിയിട്ട് 6 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ബസർ ടു ബസറാണ്. അതിനിടയിൽ മാക്സിമം കോയിൻസ് കളക്ട് ചെയ്ത് നമ്മുടെ പെട്ടിക്കകത്തോട്ട്, നമ്മുടെ ഒരു ബാഗ് ഉണ്ട്, ആ ബാഗിനകത്തോട്ട് ഇരിക്കണം. ആക്ടിവിറ്റി ഏരിയയിൽ ബെഞ്ചിൽ മാത്രമേ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ ഇരിക്കാൻ പാടുള്ളൂ. ബാക്കി മിഡ് വീക്കിലുള്ളവർക്ക് ഇരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഇതാണ് ടാസ്ക്. ഒരു സൂപ്പർ ടാസ്ക് തന്നെയാണ് കേട്ടോ. മഡ്പിറ്റി കിടന്നതിന്റെ പൊന്നെ ചെളി കൊണ്ട് ഉരുണ്ട് മറഞ്ഞ് ആകെ മൊത്തം വിഷയമായിട്ടാണ് അതിനകത്ത് നടക്കുന്നത്. എന്നാലും ഈ പറയുന്ന പോലെ സഹായിക്കാൻ പോകുന്ന ആൾക്കാർ, റനയ്ക്ക് പോകുന്നത് ജിസേലും ആര്യനുമാണ്. ഇവർക്ക് വേഗം തന്നെ കിട്ടുന്നുണ്ട് താക്കോലി കറക്റ്റ്. ഷാരികയ്ക്ക് ബിന്നിയും ആദിലയും പറയാൻ പോകുന്നു, അവർക്കും താക്കോല് കിട്ടുന്നു. ഒനിയലിന്റെ അക്ബറും ഷാനവാസും അവർക്കും താക്കോല് കിട്ടുന്നു. സരികയുടേത് നെവിനും അഭിലാഷ് അവർക്കും താക്കോല് കിട്ടുന്നു. രേണുവിൻ്റെത് ബിൻസിയും ഷൈത്തയും അവർക്കും താക്കോല് വലിയ വ്യത്യാസമില്ലാതെ കിട്ടുന്നു. അനീഷിൻ്റെത് അപ്പാനി അനുമോളും കൂടെ എത്ര എടുത്തിട്ടിട്ടും അതങ്ങോട്ട് നടക്കുന്നില്ല. പൂട്ട് തുറക്കുന്നില്ല. തുറക്കാതെ എന്ത് ചെയ്യാൻ പറ്റും, കുറേ നേരം. അവസാനം എനിക്ക് തോന്നുന്നു 3 മിനിറ്റ് ആയപ്പോഴത്തേക്കാണ് ഇവർക്ക് താക്കോല് കിട്ടി ശരിയായത്. എന്നാലും അനുമോള് പോയി കളക്ട് ചെയ്തു. അതിനുശേഷം ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഫ്രഷ് ആയിട്ട് ലിവിംഗ് റൂമിൽ വരാൻ പറഞ്ഞു. പിന്നെ അവർ ഫ്രഷ് ആയി ചിരിച്ച് കളിച്ചൊക്കെ നടന്നു. അങ്ങനെ അനീഷിന് മൊത്തം 3 കോയിൻസ് മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അനീഷ് അതിനകത്ത് തൃപ്തനാണ്. ബിക്കോസ് അവരുടെ തെറ്റല്ല, താക്കോലുകൾ മനഃപൂർവ്വം അവർ ആക്കിയതല്ല, നോക്കി പറ്റാതിരിക്കുകയാണ്. അപ്പോൾ അനീഷിന് 3 കോയിനാണ് കിട്ടിയത്. ഒനിയലിന് 12 കോയിൻ കിട്ടി. രേണുവിന് 13 കോയിൻ കിട്ടി. റെനയ്ക്ക് 15 കോയിൻ കിട്ടി. ഷാരികയ്ക്ക് 9 കോയിൻ കിട്ടി. സരികയ്ക്ക് 14 കോയിൻ കിട്ടി. റെനയ്ക്ക് കിട്ടിയ 9 കോയിൻ ജിസേലും ആര്യനും കൂടി. ഇതിനകത്ത് ആര്യനാണ് അകത്തിറങ്ങിയത്. അകത്തൊരാൾക്ക് മാത്രമല്ലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അകത്ത് ഇറങ്ങി കളിച്ചത്, ഈ ചെളിക്കകത്ത് ഇറങ്ങി കളിച്ചത് ഒന്ന് ആര്യൻ, ഒന്ന് ആദില, ഒന്ന് അനുമോള്, ഒന്ന് നെവിൻ, ഒന്ന് ഷൈത്യ. ഇവർ 5 പേർക്ക് മാത്രമേ ഇതിനകത്ത് ഇറങ്ങി കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇവർ 5 പേർക്ക് ആർക്കൊക്കെ, ഷൈത്യയ്ക്കും നെവിനും അനുമോൾക്കും പിന്നെ അക്ബറും കൂടെ ഉണ്ട്. അക്ബർ, ആദില, ആര്യൻ, ഇവർ 6 പേർക്ക്, 5 അല്ല 6 പേർക്ക്. അപ്പോൾ ബാക്കി 6 പേരുടെ കൂടെ ആദ്യം സഹായിക്കാനായിട്ട് നിൽക്കുന്നതാണ്. അവർക്ക് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കാം. മറ്റുള്ള ഈ കണ്ടസ്റ്റൻസിനെ മിഡ് വീക്കിൽ നിൽക്കുന്നവർക്ക് ചുറ്റും നിൽക്കാം. അത് മാത്രമേ വകുപ്പുള്ളൂ, വേറെ വകുപ്പൊന്നും ഇല്ല. അങ്ങനെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇത്രയും പോയിന്റുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് 15 കോയിൻ കിട്ടിയ റെനയ്ക്ക് 6 പോയിന്റ്, 14 കോയിൻ കിട്ടിയ സരികയ്ക്ക് 5 പോയിന്റ്, അടുത്ത് 13 കോയിൻ കിട്ടിയ രേണുവിന് 4 പോയിന്റ്, 12 കോയിൻ കിട്ടിയ ഒനിയലിന് 3 പോയിന്റ്, അതിനുശേഷം 9 കോയിൻ കിട്ടിയ ഷാരികയ്ക്ക് 2 പോയിന്റ്, വെറും 3 കോയിൻസ് മാത്രം കിട്ടിയിട്ടുള്ള അനീഷിന് 1 പോയിന്റ്. മീൻസ് നമ്മൾ ടിക്കറ്റ് ഫിനാലയിൽ പോയിന്റ് വരുന്ന പോലെ ഏറ്റവും കൂടുതൽ മൊത്തം എത്ര പേരുണ്ട് എണ്ണം ഏറ്റവും കൂടുതൽ ആൾക്കുള്ള പോയിന്റ് ആയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റെനയ്ക്ക് 6 പോയിന്റ്, സരികയ്ക്ക് 5, രേണുവിന് 4, ഒനിയലിന് 3, ഷാരികയ്ക്ക് 2, അനീഷിന് 1. ഇതാണ് ടാസ്ക് നമ്പർ 1 ഫിനിഷ് ചെയ്യുമ്പോൾ ഉള്ളവരുടെ പോയിന്റ്സ്. ഇനി ടാസ്ക് 2ഉം 3യും കൂടെ കാണുമായിരിക്കും മിക്കവാറും കേട്ടോ. അങ്ങനെ എവിക്ഷൻ നടക്കുവാണെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞ മിഡ് വീക്ക് എവിക്ഷൻ എന്നല്ല, മിഡ് വീക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, മിഡ് വീക്ക് സസ്പെൻഷൻ നടക്കുവാണെങ്കിൽ മിക്കവാറും നാളെ ആയിരിക്കും അത് നടക്കാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. നാളെ മീൻസ് ഇന്നിപ്പോൾ ചൊവ്വയല്ലേ, നമ്മൾ ഇന്നലെ തിങ്കളാഴ്ചത്തെ സംഭവങ്ങളാണ് ഇന്ന് ചൊവ്വ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ നമ്മൾ ഇന്ന് നടന്ന സംഭവങ്ങൾ നമ്മൾ നാളെ കാണും.
എന്നിട്ട് നാളെ ആക്ച്വലി അവിടെ ഒരു സംഭവം നടക്കും. ബുധനാഴ്ച എന്ന് പറയുന്ന ഡേ, നാളത്തെ ഡേ അവിടെ നടക്കുന്ന സംഭവത്തിലായിരിക്കും ഈ മിഡ് വീക്ക് സസ്പെൻഷൻ വരുന്നത്. നമ്മൾ വ്യാഴാഴ്ച നമുക്കത് ടി വിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവർക്ക് 3 ദിവസം 3 ടാസ്കുകളായിട്ടായിരിക്കും മിക്കവാറും കൊടുക്കുന്നത്. ഇന്നൊരെണ്ണം കൊടുത്തു, നാളെ ഒരെണ്ണം കൊടുക്കും, മറ്റൊന്ന് ഒരെണ്ണം നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണും. അത് വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന സംഭവം ചെയ്യുന്നത്. പക്ഷെ കൊള്ളാമായിരിക്കും. സീക്രട്ട് റൂമിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ടത് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.